ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഉള്ളി, ചെറിയ ഉള്ളിയാണ് നമ്മൾ അരിയുന്നത്. പിന്നെ ഇത് വെളുത്തുള്ളിയാണ്, ഇത് ഇഞ്ചിയാണ്. അപ്പം പിന്നെ കരിയാപ്പല നമ്മളിടുന്നുണ്ട്. ഇനി ബാക്കി ഇത്രയും കൂടി അരിയാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തേങ്ങ നമ്മളൊരു 3-4 തേങ്ങ എടുക്കുന്നുള്ളേ. അപ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടിക്ക് അരിയുക കേട്ടോ. ഞാൻ അത് ആദ്യം അതിൽ ഇങ്ങനെ അരിയണം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തന്നെ അരിയുകയാണ്. അപ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള പോയി പിന്നെ രുചികരമായിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിലൊക്കെ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും ഇനി ഞാൻ പൈസയില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ വിഷമിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടാകുമല്ലോ. ആത്മഹത്യയിലേക്കൊന്നും ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഞാനിത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ഉള്ളി എടുക്കണം. നല്ല രുചിയാണ് ചമ്മന്തിപ്പൊടിക്കാൻ. അല്ലാണ്ട് ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി ഞാൻ ഇപ്പം കാണിച്ചു തന്നല്ലോ, ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം നമ്മൾ തേങ്ങയ്ക്ക് ചേർക്കണം. എന്നിട്ട് അത് തേങ്ങ തിരുമ്മി ഞെവിടി ഒരു ഉരുളിയിലോ പാത്രത്തിലോ വെക്കണം. പിന്നെ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ചെറിയ കുരുമുളക് ഒരു പിടി ഇട്ടാൽ മതി. ഞാൻ 4-5 തേങ്ങയ്ക്ക് എടുക്കുന്നുള്ളൂ, അപ്പോൾ ഞാനൊരു പിടിയേ ഇടുന്നുള്ളൂ. പിന്നെ വറ്റൽ മുളക് എന്ന് പറയുമ്പോൾ ചുമന്ന മുളക്, അതിൽ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 ഒക്കെ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് കൂടി ഇട്ടിട്ട് ഇതിനകത്ത് പിന്നെ വറക്കണം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, തേങ്ങ തിരുമ്മിയിട്ട് ഇത് കൂട്ടിക്കുഴച്ച് നമ്മൾ ഞെവിടി പൊത്തി വെക്കണം. കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് വറുത്ത് പകുതിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുക. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഇതിനാവശ്യം എന്താണെന്ന് വെച്ചാൽ വാളംപുളിയാണ്. വാളംപുളി കുരു കളഞ്ഞിട്ട് ഉപ്പും വാളംപുളിയും കൂടി നമ്മൾ ആദ്യം മിക്സി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ആദ്യമൊക്കെ ഉരലിലാകുമ്പോൾ നമ്മൾ ആദ്യം അതായിരുന്നു ഇടിക്കുന്നത്, മുളകും കൂടി ഇട്ട് ഇടിക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ നിറം വരെ നമ്മളിത് വറുത്ത് കോരി വെക്കണം. ഒരുപാട് കരിഞ്ഞു പോകാനിടയാകരുത്. ഒരു ബ്രൗൺ നിറമൊക്കെ ആകണം. പിന്നെ നമ്മൾ തേങ്ങ നല്ലോണം വറക്കണം. വറുത്ത് കോരി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല ചമ്മന്തിപ്പൊടിയാണ്, നല്ല രുചിയാണ്. നിങ്ങൾക്ക് സെയിലും ചെയ്യാം. പിന്നെ അപ്പോൾ പിന്നെ ആരും പൈസയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യവുമില്ല. അവിടെ എവിടെയും ജോലിക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. നല്ല സെയിൽ കിട്ടും കേട്ടോ. നമ്മുടെ ഈ ഒരു ഉള്ളി പൊളിക്കാനുണ്ടായിരുന്നു. ഇത്രയാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കി നമുക്ക് പിന്നെ കാണിച്ചാൽ. അരിയുന്നതേ ഉള്ളൂ. എത്ര നേരം കൊണ്ട് അരിയുന്നു. ചെറിയ ചുവന്നുള്ളിയല്ലേ, ചുവന്നുള്ളി നല്ലോണം ചേർത്ത് നല്ല രുചി കിട്ടും. ചെറിയ ഉള്ളിയല്ലേ, അപ്പം അതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് അരിയണ്ടേ. അതാണ് ഇത്രയും താമസം. ഇതിന് നമുക്ക് പിന്നെ ഒരു 10-35 തേങ്ങയൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ വീട്ടാവശ്യത്തിന് കേട്ടോ. അത് പണിക്കാരൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടാവശ്യത്തിനായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറേ അംഗങ്ങളുണ്ടല്ലോ. ഇപ്പം നമുക്ക് 3-4 തേങ്ങയുടെ മതി. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. നല്ല രുചികരമായിട്ടുള്ള നല്ല ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ വിൽക്കുകയും ചെയ്യാം. ഞാൻ വിൽക്കുന്നില്ല, ഞാൻ അതിലേക്ക് തിരിയുന്നില്ല. വയ്യ, നമുക്ക് പ്രായമായല്ലോ. അങ്ങനെ ഇനി നമ്മൾ വിശ്രമിക്കാനുള്ള സമയമല്ലേ. അതുകൊണ്ട് ഞാൻ ചെറിയ പിള്ളേരോടാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാം.
അല്ലാണ്ട് അവിടെ ഇവിടെ ഓടി നടന്നിട്ട് കാര്യമില്ല. ഇതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്, ഇതൊക്കെയാണ്. അല്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെ ഓടി നടന്നിട്ടുള്ള ജോലിയല്ല. നല്ല സെയിൽ കിട്ടും, നല്ല ബിസിനസ് ചെയ്യാം, നല്ലോണം പൈസ ഉണ്ടാക്കാം. ബൈ.